ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നുമല്ല വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റവും പിന്നെ എന്തൊക്കെയാണ് ഞായറാഴ്ചയായിട്ട് പരിപാടി ഇതൊക്കെ കാണിക്കാമെന്ന് ഓർത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ അച്ഛൻ രാവിലെ മുറ്റം കുറച്ചുകൂടെ വലുതാക്കാനുള്ള പരിപാടിയിലാണെന്ന്. ചെടിയൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്യാൻ, കുറച്ച് ചെടിയൊക്കെ വാങ്ങണം, മുറ്റത്തിൻ്റെ വീതി കുറച്ചുകൂടെ കൂട്ടണം എന്നൊക്കെ ഓർത്തിട്ട് അച്ഛൻ അതിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മറ്റേ ബട്ടർഫ്ലൈയുടെ ചെടിയുണ്ടല്ലോ, പൂമ്പാറ്റകൾ ഒരുപാട് വരുന്നൊരു ചെടി എന്നൊക്കെ പറയില്ലേ, റീൽസിനകത്തൊക്കെ ഉണ്ടല്ലോ, ആ ചെടിയാണിത് കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട്, കിളിക്കാമ്പെട്ടി ചെടി എന്നായിരുന്നു ഞാനിത് പണ്ട് പറയുന്നത്. പക്ഷേ ഇതിവിടെ പൂവായിട്ട് ഇതുവരെ ഒരു പൂമ്പാറ്റയും വന്നിട്ടില്ല കേട്ടോ. നമ്മുടെ തോട് നോക്കി, നമ്മുടെ റോഡ് പോലെ ആയി, വെള്ളമൊന്നും ഇല്ലാഞ്ഞേ അങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ തോട്. അപ്പം ദാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ പരിപാടി. അപ്പം അച്ഛൻ ദാണ്ട് മണ്ണ് കിളയ്ക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. തുമ്പിയാണെങ്കിൽ അച്ഛൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്, എന്തോ ചെയ്യണമെന്നറിയാതെ. അമ്മയാണെങ്കിൽ രാവിലെ തൊട്ടേ ഇങ്ങനെ അമ്മയ്ക്ക് തൂപ്പാണ് പരിപാടി. കാരണം അമ്മയ്ക്ക് എന്നാലേ സമാധാനം ആവുള്ളൂ. രാവിലെ തൂത്തുവാരി ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒട്ടും പറ്റില്ല. അമ്മ രാവിലെ എഴുന്നേൽക്കുന്നതും വൈകിട്ടും എല്ലാം ഇങ്ങനെ തൂത്തുവാരി വൃത്തിയാക്കി ഇടണം. അതിൻ്റെ അറിയാനുണ്ട്, മുറ്റത്ത് അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ്സൊക്കെ ഉണ്ട്. ഇനി അമ്മ എപ്പോഴും പറയും, ഞാനൊരു ദിവസം ഇല്ലെങ്കിൽ കാണാം, നീയൊക്കെ ഇങ്ങനെ നോക്കുവോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം മുറ്റത്തിൻ്റെ പരിപാടിയൊക്കെ ഇതാണ്. പിന്നെ നമ്മൾ ഈ മുറ്റത്തിട്ടേക്കുന്നത് മൊത്തം തോട്ടിലെ ചരലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആടിനെ കാണണമെന്ന് പറഞ്ഞ് തുമ്പി വേണ്ട ആടിനെ കാണാനായിട്ട് വന്നു. ആടിനെയെല്ലാം കണ്ട് അപ്പോൾ നമ്മൾ തോട്ടിൽ ഇഷ്ടംപോലെ ചരലുണ്ട്. അപ്പോൾ ആ ചരലാണ് മുറ്റത്തിട്ടേക്കുന്നത്. മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ചരലൊക്കെ നമ്മുടെ കടവിൽ വരും. അപ്പോൾ അതെല്ലാം എല്ലാവരും മറ്റേ അരിപ്പ പോലത്തെ പാത്രം ഉണ്ടല്ലോ, അതിൽ വാരിയിട്ട് മുറ്റത്ത് കൊണ്ടിടും കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയാണേ, ഇങ്ങനെ ചരലൊക്കെ വാരും കേട്ടോ. അപ്പോൾ അതേണ്ട അമ്മയുടെ തൂത്തുവാരലൊന്നും കഴിഞ്ഞില്ല, ഇനി ഇതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കണം. ഇത് അച്ഛൻ്റെ കലാവിരുതാണ്. അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് 2 റംബുട്ടാൻ്റെ മരമുണ്ട്, കണ്ടില്ലേ? ഈ 2 റംബുട്ടാനും കായ്ക്കുന്നതാണ്. ഇതാകുന്ന സമയത്ത് ഒരുപാട് ആളുകളൊക്കെ പറിക്കാനൊക്കെ വരും കേട്ടോ. അപ്പം അതിൽ കണ്ടോ ഇരിക്കാനായിട്ടൊക്കെ സെറ്റപ്പ് ആക്കിയിരിക്കുന്നുണ്ടോ? അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇരിക്കാനായിട്ടുള്ള, അത് വരുന്നവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണലാണ് ഇവിടെ, മരമൊക്കെ ഉള്ളത് കൊണ്ടും പിന്നെ തോടടുത്തുള്ളത് കൊണ്ടും ഒക്കെ നല്ല തണലാണ്, അധികം ചൂടൊന്നുമില്ല. ഇത് കുഞ്ഞ് ചാമ്പയാണേ, ബഡിൻ്റെ ചാമ്പ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പം തോട്ടിലെ വെള്ളം നോക്കി ഇത്തിരിയേ ഉള്ളൂ അലക്കാനൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ വേണ്ട കണിക്കുന്ന മരത്തെ പൂവൊക്കെ ആയിട്ടുണ്ട്. വിഷുവൊക്കെ വരാറാകുമ്പോഴത്തേക്ക് അതിന് മുന്നേ തൊട്ടേ ഇതിൽ പൂവൊക്കെ ആവും. ഇത് പറിക്കാനും ഒരുപാട് ആളുകളൊക്കെ വരും കേട്ടോ, അടുത്തുള്ളവരൊക്കെ വരുന്നതാണ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് എന്താണ്? ഞങ്ങളുടെ ആർട്ട് ഗാലറി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ വരച്ചതാണ്. ഇത് വരച്ചത് ഞാനും നമ്മുടെ അടുത്തുള്ള ഒരു ആളുണ്ട്, അവനും കൂടെ ചേർന്നിട്ടാണ് ഇത് വരച്ചത്. അപ്പോൾ ഇത് സെറ്റല്ലേ സാധനം. ഇത് ഞാൻ വരച്ചതല്ല, ഇത് അവൻ വരച്ചതാണ്. അവൻ്റെ പേര് സേതു എന്നാണ്. ഇത് തന്നെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് പടം വരയ്ക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ചേട്ടന് ഇത് ഇഷ്ടപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് നിനക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലൊന്ന് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ ഞാൻ ചുമ്മാ വരച്ചതാണ്. ഇതെൻ്റെ റൂമിൽ ഞാൻ വരച്ചതാണ്. പിന്നെ എൻ്റെ തുമ്പിച്ചന് വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇത് ഇവൾക്ക് കാണാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ഇവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. ടോം ആൻഡ് ജെറിനെയൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഡ്രോയിങ് ഒരു സമയത്ത് എൻ്റെ ഒരു ഹരമായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല. കാരണം ഇച്ചിരി മെനക്കേടാണ് ഇതിൻ്റെ പുറകെ ഇരുന്ന് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ആഹാ എന്ന് പറഞ്ഞതിൽ ഒതുങ്ങും. പക്ഷേ വരയ്ക്കുന്നവർക്കേ അറിയുള്ളൂ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. എന്നാലും എന്നെ അത്ര പ്രോത്സാഹിപ്പിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തന്നെ മടുപ്പായി. അല്ല, ആരെങ്കിലും ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞാനങ്ങ് കണ്ടിന്യൂ ചെയ്തേനെ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ തുമ്പിച്ചന് വേണ്ടിയിട്ട് വരച്ചതാണ്. ഇങ്ങനെയുണ്ട്, കൊള്ളാമെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് റൂമൊക്കെ വേണ്ടത് കണ്ടില്ലേ, വരച്ച് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രസമായിരിക്കില്ലേ? ഇനിയും വരയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഞാനങ്ങ് നിർത്തി, വരയൊക്കെ നിർത്തി. കർട്ടൻ ഇട്ടതിൻ്റെ അവിടെ ഞാൻ ഇതുപോലെ മറ്റേ റാന്തൽ വിളക്ക്, അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, അപ്പോൾ അത് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും വരച്ചു. നിങ്ങൾക്ക് നോക്കിയാൽ കാണും, ഒരിടത്ത് കണ്ട് വരച്ചിട്ടിട്ടേ ഉള്ളൂ, പെയിൻറ്റ് പോലും അടിച്ചിട്ടില്ല. ഇപ്പം 3-4 വർഷം ആകുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് പടങ്ങൾ. ഇത് ഞാൻ സ്കൂളിലിരുന്നപ്പം എനിക്ക് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒരു പേപ്പറിൽ വരച്ചതാണിത്.
പെൻസിൽ ഡ്രോയിങ് ആണ്, വെറുതെ വരച്ചു. പിന്നെ എനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ വീട്ടിൽ കൊണ്ടുവരാം. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഞാനിങ്ങനെ പടം വരയ്ക്കുന്നത്. അമ്മയപ്പോൾ പറയടി എന്തെങ്കിലുമൊക്കെ വരയ്ക്കെന്ന് പറയും. അങ്ങനെ ഞാൻ കളയാണ്ട് പിന്നെ ചുമ്മാ ഇങ്ങനെ പേപ്പർ ഇതാക്കി വെച്ചു. ഇത് ഞാൻ മുറ്റത്ത് വരച്ചതാണ്. ഇതുപോലെ തന്നെ ചേട്ടൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇവിടെ കൂടെ വന്ന് വരച്ചു. അങ്ങനെ ഫ്രണ്ടിൽ ഇതും പിന്നെ ജനലിൽ ഞാൻ വരച്ചിട്ടുണ്ട്. അത് പക്ഷേ പോയി കേട്ടോ, പെയിൻറ്റ് ജനലിലൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇത് ഞാൻ ജനലിൽ വരച്ചതാണ്. അപ്പം ഇതൊക്കെ എന്താ പറയണ്ടേ, ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. പിന്നെ പടം വരയ്ക്കാൻ അറിയണമെന്നേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ പഠിച്ചതൊന്നുമല്ല, ജന്മനാ കിട്ടിയൊരു കഴിവാണ്. അപ്പോൾ അത് ഞാൻ വെറുതെ വരച്ച് നോക്കി, അപ്പോൾ സക്സസ് ആയി. അങ്ങനെ പിന്നെ വരച്ചു. ഞാൻ ആദ്യമായിട്ട് വരയ്ക്കണത് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് കേട്ടോ. ഒരു കോവിഡിൻ്റെ ടൈമിൽ ക്വാറൻറ്റൈൻ കിടന്ന കൂട്ടുകാരിയുടെ വീട്ടിലാണ്. അവളുടെ വീട്ടിൽ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയും വരച്ചു. കോഴി മുട്ടയിട്ടേക്കും. അപ്പോൾ തുമ്പിച്ചനുള്ള മുട്ടയാണ്, കാരണം നാടൻ കോഴിയുടെ മുട്ടയൊക്കെ കുഞ്ഞിനാണ് കൊടുക്കണത്. പിന്നെ അതേ അമ്മ തേണ്ട് തുണി അലക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രാവിലെ ഓരോ പരിപാടിയാണ്. അമ്മയ്ക്ക് എപ്പോഴും ജോലി ചെയ്യണം, മടുപ്പേ ഇല്ല അമ്മയ്ക്ക്. ജോലി എന്ന് പറയുന്നൊരു സാധനത്തിൽ മടുപ്പേ ഇല്ല. എനിക്ക് ആ ഒരു സ്വഭാവം അത്രയും കിട്ടില്ല. പിന്നെ എന്താ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലിരിപ്പായതുകൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.